നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ദൈവിക സന്തോഷത്തെ അവമതിക്കുന്നവർ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 14 അധ്യായത്തിന്റെ 15 മുതൽ 24 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്നവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴുകഴു പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചുകൊള്ളണം എന്നവൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചുകൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു ഒരു പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ട ദിവസം, അന്നൊരു ശബത്ത് ദിവസമായിരുന്നു. യേശു തന്നെ ക്ഷണിച്ച പരീശനോട് പറയുകയാണ്, നീ ഒരു സദ്യ നടത്തുമ്പോൾ തിരിച്ച് നിന്നെ വിളിക്കാൻ യോഗ്യതയില്ലാത്ത ദരിദ്രരെ വേണം വിളിക്കാൻ. അവർക്ക് ഒരു തൃപ്തി ഉണ്ടാകാൻ ഇടയായിത്തീരണം. യേശു ആ ശബത്ത് ദിവസം ഒരു മഹോദര രോഗിക്ക് സ്വസ്ഥത അല്ലെങ്കിൽ സൗഖ്യം നൽകി. അത് കഴിഞ്ഞാണ് യേശു ഇത് പറയുന്നത്. എന്നിട്ട് യേശു ദൈവരാജ്യത്തിൻ്റെ കാര്യം പറയുകയാണ്. ഒരു മനുഷ്യൻ അപ്പോൾ യേശുവിനോട് പറഞ്ഞു, കൂടെ പന്തിയിലിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നത് ഒരു ഭാഗ്യമാണല്ലേ. അപ്പോൾ ആരാണ് ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കാൻ പോകുന്നത് എന്ന് യേശുവോട് പറയുകയാണ്. യേശു പറയുന്നത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി തൻ്റെ സുഹൃത്തുക്കളെ ആ അത്താഴത്തിന് ക്ഷണിച്ചു. യഹൂദന്മാരുടെ രീതി അല്ലെങ്കിൽ കിഴക്കൻ സംസ്കാരം എന്ന് പറയുന്നത് കല്യാണത്തിന് ക്ഷണിക്കും. അത് 1 വർഷം മുമ്പാണ് ഈ കല്യാണ നിശ്ചയം. ആ സമയത്ത് കല്യാണത്തിന് ക്ഷണിക്കും. പിന്നീട് ഇതെല്ലാം ഒരുങ്ങിക്കഴിയുമ്പോൾ, കല്യാണം ഭക്ഷണം എല്ലാം റെഡിയായി കഴിയുമ്പോൾ വീണ്ടും ആളുകളെ അയച്ച്, ഞാൻ ക്ഷണിച്ച ദിവസം ഇന്നാണ്, വരണം എന്ന് പറയിക്കും. പക്ഷെ ഇവിടെ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചപ്പോൾ ഒരുത്തൻ പറയുകയാണ്, എനിക്ക് വാങ്ങിയ നിലം നോക്കാൻ പോകണം. മറ്റൊരുത്തൻ പറയുകയാണ്, ഞാൻ വാങ്ങിയ കാളെ നോക്കാൻ പോകണം. വേറൊരുത്തൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിരിക്കാൻ എനിക്ക് വരാൻ സാധിക്കുകയില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആ വലിയ മനുഷ്യൻ്റെ, രാജാവിന് തുല്യനായ ആ മനുഷ്യൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ ഇവർക്ക് മനസ്സില്ല. കാരണം അവരതിനേക്കാൾ വിലമതിക്കുന്നത് അവരുടെ കൃഷിയും അവരുടെ കന്നുകാലിയും അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതവുമാണ്. എന്നാൽ ഈ വലിയ മനുഷ്യൻ യജമാനൻ ചെയ്തത് എന്താണ്? തൻ്റെ ദാസന്മാരെ അയച്ചിട്ട് വഴിയരിയിലും വേലിയരിയിലുമുള്ള അംഗഹീനർ, കുടന്തർ, കുരുടർ അങ്ങനെയുള്ള ആളുകളെ വരുവാനായി നിർബന്ധിച്ചു. അങ്ങനെയുള്ള ആളുകൾ വന്ന് തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനമായി യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച ആ യഹൂദ പ്രമാണികളെ ഉദ്ദേശിച്ചാണ്. അവർ ദൈവരാജ്യത്തിലുണ്ടായിരിക്കുകയില്ല. അവർ ദൈവത്തെക്കാൾ സ്നേഹിക്കുന്നത് മറ്റു പലതിനെയുമാണ്. എന്നാൽ
അർഹതയില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് പ്രജാതികളായ ആളുകൾ ദൈവരാജ്യത്തിൽ ഇരിക്കും എന്നാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ആളുകളെ ദൈവഭാഗത്തു നിന്ന് അകറ്റുന്നത് കപടഭക്തിയാണ്. യേശു അത് പറഞ്ഞു. നിങ്ങൾക്ക് മുമ്പേ വേശ്യമാരും ചുങ്കക്കാരും ഒക്കെ ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് യേശു പറഞ്ഞു. കാരണം ജീവിതത്തിൽ അങ്ങനെ തെറ്റും കുറ്റവുമുള്ള ആളുകൾക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാൻ, ദൈവത്തെ അന്വേഷിക്കാൻ, അതിനുവേണ്ടി കരയുവാൻ അവർക്ക് എളുപ്പമാണ്, സാധിക്കും. കുറ്റബോധമുണ്ടവർ. രക്ഷിക്കപ്പെടാൻ ഒന്നാമത് വേണ്ടത് കുറ്റബോധമാണ്, പാപബോധമാണ്. പക്ഷേ തങ്ങൾ നീതിമാന്മാരാണ്. തങ്ങളുടെ സ്തോത്രകാഴ്ച കൊണ്ട്, തങ്ങളുടെ ഉപവാസം കൊണ്ട്, തങ്ങളുടെ ശബത്ത് കൊണ്ട്, തങ്ങളുടെ യാഗങ്ങൾ കൊണ്ട്, പെരുന്നാളുകൾ കൊണ്ട്, ഇങ്ങനെയുള്ള ചടങ്ങുകൾ കൊണ്ട് തങ്ങൾ സ്വർഗാവകാശികളാണെന്ന് ധരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദൈവത്തോടൊപ്പം ബന്ധിക്കിരിക്കാൻ, ദൈവരാജ്യത്തിൽ സന്തോഷിപ്പാനായിട്ട് സാധിക്കയില്ല. എന്നാൽ തങ്ങൾ കുറവുള്ളവരാണ്, ദൈവരാജ്യത്തിൽ വരാനോ ദൈവത്തോടുകൂടെ ആയിരിക്കാനോ യോഗ്യതയില്ല എന്ന് ഉള്ള മനോഭാവമുള്ള ആളുകളെയാണ് കർത്താവ് തേടി ചെല്ലുന്നത്. അവർക്കാണ് കർത്താവ് സന്തോഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുറജാതികളെ അല്ല, ദൈവത്തെ അന്വേഷിക്കാത്ത ജാതികൾ. അങ്ങനെ വാക്യമുണ്ട്. ദൈവത്തെ അന്വേഷിക്കാത്ത ജാതികൾക്കാണ്, പ്രജാതികൾക്കാണ് ദൈവരാജ്യത്തിൽ കൂടുതൽ സീറ്റും കൂടുതൽ അനുഗ്രഹങ്ങളും സന്തോഷവും നൽകുന്നത് എന്നാണ് യേശു ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഏറ്റവും വെറുക്കുന്നത് കപടഭക്തിയാണ്. തങ്ങളുടെ നീതിപ്രവൃത്തികൾ കൊണ്ട് പാപത്തെ മൂടിവെക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവസന്നിധിയിൽ അയോഗ്യരാണ് എന്ന് സമ്മതിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സന്തോഷമാണ് വലുത് എന്ന് വിലമതിക്കുന്ന ആളുകളെയാണ് കർത്താവ് അംഗീകരിക്കുന്നത്. അതാണ് നാം ഇവിടെ കണ്ടത്. 3 കൂട്ടം ആളുകൾ ദൈവത്തോടൊപ്പമുള്ള സന്തോഷത്തെക്കാൾ ഭൗതികമായ കാര്യത്തെ വിലമതിച്ചപ്പോൾ നമ്മുടെ കർത്താവ് ഏറ്റവും വലിയവരായ ആളുകളെ തൻ്റെ സന്തോഷത്തിലേക്ക് ക്ഷണിച്ചു. അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടും സകല രാജ്യങ്ങളിലും ആളുകൾ യേശുവിൻ്റെ സുവിശേഷം കേൾക്കുന്നു, അവർ മാനസാന്തരപ്പെടുന്നു, അവർ ആത്മീയ സന്തോഷം അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ഭാഗ്യം ലഭിച്ചല്ലോ. അതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.